പ്രജിത, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഈ ഫൈസി എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു ഭയങ്കര ഭീകരൻ എന്നൊക്കെ നമ്മൾ പറയണം, അവരൊക്കെ പറയണ അവർ പരിശുദ്ധന്മാരെന്നാണ്. ഏതായാലും അതെ, പരിശുദ്ധാത്മാവ്. ഏതായാലും ED ഇപ്പോൾ ഇതാ കോട്ടയത്തും പാലക്കാടും ഒക്കെ SDPIയുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് തുടങ്ങി. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരും മക്കളെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, 8ന്റെ പണിയായാലും 16ന്റെ പണിയായാലും 16ന്റെ പണിയാണ് ഫലത്തിൽ വരാൻ പോകുന്നത്. നിക്കറിടാൻ നേരം ഉണ്ടാവില്ല. സത്യമാണ് ചേട്ടാ, സത്യം. നമ്മൾ ഈ പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടാൻ പറ്റുന്നത് സന്തോഷിക്കായിരുന്നു. അത് ഷാജി കൈലാസിന്റെ ചിത്രങ്ങളിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പണ്ട് രാജാമണി എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു. രാജാമണി കിടുക്കൻ മ്യൂസിക് ആണ്. അതേപോലെ നമുക്കിത് മ്യൂസിക് ഇട്ട് പറയേണ്ട ഒരു സാധനം. അത് എന്താണെന്നറിയാം, നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ ആരായാലും അവരെ പിടികൂടുകയും അവരെ സീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു ഭാരതീയന് അല്ലെങ്കിൽ ഏതൊരു നാട്ടുകാരനുമാവട്ടെ ഏതൊരു രാജ്യക്കാരനുമാവട്ടെ അവനുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ആദ്യം PFIയുടെ കാര്യം പറഞ്ഞു. അവരെ പൂട്ടിക്കെട്ടുന്നതിന് മുമ്പ് ഇവരുടെ നേതാക്കളെയൊക്കെ പിടിച്ചകത്തിട്ടായിരുന്നു, തലമൂത്തതുങ്ങളെയൊക്കെ പിടിച്ചകത്തിട്ടായിരുന്നു. പക്ഷേ അപ്പോഴും കേന്ദ്രത്തിനറിയാം ഇനിയും അവശേഷിക്കുന്നുണ്ട്, ഈ മണ്ണിൽ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അവശേഷിക്കുന്നുണ്ടെന്നറിയാം. ചേട്ടൻ പലതവണ നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ പറഞ്ഞില്ലേ, SDPIയുടെയൊക്കെ നേതാക്കൾ വന്നിരുന്ന് അവരുടെ എന്തോ വലിയ സംഭവമായിട്ടുള്ള പാർട്ടിയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് കൃത്യമായി മാധ്യമങ്ങളിലൊക്കെ ഇപ്പോഴും വന്നിരുന്ന ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്നത് കണ്ടു കഴിഞ്ഞാലേ, നമ്മളീ പറയുന്ന ഭീകരത എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ആ ഭീകരത ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന നടക്കുന്നത്. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് SDPI എന്ന് പറയുന്നത് പരമപവിത്രമായിട്ടുള്ള ഒരു പാർട്ടി എന്ന നിലയിലാണ് അവർ കാണിക്കുന്നത്. അപ്പോ ഇതിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പുറകിലേക്ക് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2022 സെപ്റ്റംബർ 23 PFIയുടെ ഒരു മിന്നൽ ഹർത്താൽ ഉണ്ടായിരുന്നു. അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ അന്ന് NIA നടത്തിയ റെയ്ഡിന്റെ തുടർന്ന് അന്ന് ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ള ഈ ഹർത്താൽ ഉണ്ടായിരുന്നു. ഇതിൽ ഇവർ തകർത്തത് 59 KSRTC ബസ്സുകളാണ്. തിരുവനന്തപുരത്ത് തകർത്തല്ലേ? മൊത്തത്തിൽ തകർത്തത് 59 KSRTC നിരവധി സർവീസുകൾ തടഞ്ഞു. അക്രമത്തിൽ 10 ജീവനക്കാർക്കും ഒരു യാത്രക്കാരനും പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ പരിഹാരം തേടി KSRTC ഹൈക്കോടതിയെ പരാമർശിച്ചു. ഇനി വരുന്നത് ഒരു കണക്കുണ്ട്, അതെ, ഒരാൾക്ക് മരിക്കുകയും ചെയ്തു. അപ്പോ ഇനി വരുന്നത് ഇവരുടെ കണക്കാണ്, KSRTCയുടെ ഒരു കണക്ക്. അതായത് ഈ ഹർത്താൽ നടക്കുന്നതിന് മുൻപ് 7 ദിവസത്തെ KSRTCയുടെ ഒരു ശരാശരി വരുമാനം എന്ന് പറയുന്നത് 5,88,48,829 രൂപയാണ്. ഹർത്താൽ ദിനത്തിലെ വരുമാനം മാത്രം 2,13,21,983 രൂപ. സർവീസ് മുടങ്ങിയതുകൊണ്ട് ഡീസൽ ഇനത്തിൽ 1,22,60,309 രൂപ ലാഭം ഉണ്ടെങ്കിലും മറ്റ് ക്ലെയിമുകളിലൊക്കെ ആയിട്ട് 10,08,160 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ നഷ്ടം എന്ന് പറയുന്നത് 2,42,58,376 രൂപയാണ്. ഇത് PFI, അതായത് ഈ നഷ്ടം, ഈ ഇത്ര തുക, അതായത് 2,42 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് KSRTC ഹൈക്കോടതിയിൽ പോയത്. അപ്പോൾ ഈ പൈസ തിരിച്ചടക്കേണ്ടതുണ്ട്. ഈ പൈസ തിരിച്ചടക്കണമെങ്കിൽ അതിനിടയിലാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും പൂട്ടിക്കെട്ടിപ്പോയത്. അപ്പോൾ ഫണ്ട് കിട്ടാനില്ല. ഫണ്ടിന് എന്ത് ചെയ്യും? ഫണ്ട് റേസ് ചെയ്യേണ്ടത് അപ്പോൾ ഇവരുടെ PFIയുടെ SDPIയുടെ ഒക്കെ ആവശ്യമാണ്. അങ്ങനെ ഫണ്ട് റേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ഫണ്ട് റേസ് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ വഴിയടക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ റെയ്ഡിന് പിന്നിലുണ്ട്. റംസാൻ മാസമായതുകൊണ്ട് റംസാന്റെ പേരിൽ പലതരത്തിലുള്ള പിരിവുകൾ, പല പേരുകളിൽ, SDPI നേരിട്ടല്ല, PFIയുടെ ഫണ്ടിലും നേരിട്ടല്ല, അതിന് പകരം ഈ പറയുന്ന ഇന്ത്യൻ ഫ്രട്ടേണിറ്റി ഫോറം, അതായത് IFF, ഇന്ത്യൻ സോഷ്യൽ ഫോറം, ISF എന്നീ പേരുകളിലൊക്കെ സംഘടനകളൊക്കെ ഉണ്ടാക്കിയിട്ട്
ഇതിന്റെയൊക്കെ കീഴിലാണ് ഈ ഫണ്ട് റേസ് ചെയ്യുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെന്ന് ചേട്ടൻ അറിയാലോ. ഗൾഫ് രാജ്യങ്ങളിലാണ് ഫണ്ട് കൂടുതൽ കൂടുതൽ കൊടുത്തിട്ടുള്ളത്. പലതും കുടുങ്ങിപ്പോയിട്ടുള്ള അതെ, കുടുങ്ങിയിരിക്കുന്ന വിവരമൊക്കെ നമ്മൾ പറഞ്ഞതുമാണ്. അപ്പോൾ ഇത്തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് ഗൾഫ് മേഖല ലക്ഷ്യമിട്ട് ഫണ്ട് പിരിച്ചിട്ടുണ്ട്. ഈ ഫണ്ടുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരം ആരിൽ നിന്ന് കിട്ടി? ഫൈസിയിൽ നിന്ന് കിട്ടി. അതായത് ഫൈസി അവിടെ നിന്ന് കക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സാറേ, ഇതാണ് സാറേ, കക്കിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ആ പറയുന്നത് പോലെ നമ്മൾ ഇതൊക്കെ ചിരിച്ചുകൊണ്ട് പറയുമെങ്കിലും പക്ഷെ അതിന്റെ ഒരു ഇതുണ്ട്. അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് മനസ്സിലാക്കണം. നമ്മൾ ചിരിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ അത്രയും ഹാർഡായിട്ട് വേണ്ട എന്നുള്ള രീതിയിൽ ആയതുകൊണ്ടാണ്. പക്ഷെ ആരും അങ്ങനെ മറ്റുള്ളവരുടെ ബുദ്ധി വിറ്റ് ബുദ്ധിമാന്മാരാകണ്ട എന്നുള്ളത് തന്നെയാണ് നാം ഇതിൽ പറയാതെ പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു ഭീകര സംഘടനയ്ക്ക് പ്രവർത്തിക്കുന്നതിനുള്ള ഫണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പല പേരുകളിൽ ഇവർ സ്വീകരിച്ചു വരികയാണ്. ഈ സ്വീകരിച്ചു വരുന്നു എന്നുള്ളത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് മനസ്സിലായതിന്റെ പേരിലാണ്. ഇത് അന്നൊന്നും അന്വേഷണവും നിരീക്ഷണവും നിർത്തിയിട്ടില്ല കേന്ദ്രം അന്ന് മുതലേ നിരീക്ഷിക്കുന്നതാണ്. ഈ PFIനെ പിടികൂടുന്നതിന് മുൻപേ ഇത് നിങ്ങളെ നിരീക്ഷിച്ചിട്ടാണ്. എത്രയോ വർഷങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തുള്ള വിവരങ്ങളും എല്ലാം ലഭിച്ചതിന് ശേഷമാണ് PFI നിരോധനം പോലും വരുന്നത്. അപ്പൊ അതിനുശേഷവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇത് കുറച്ചുകൂടി സജീവമാകാൻ തുടങ്ങിയിരുന്നു. അതായത് ഇപ്പൊ പ്രീത പറഞ്ഞില്ലേ, പറയിക്കും എന്ന് പറഞ്ഞില്ലേ, ഈ ഫൈസിയൊക്കെ ഇപ്പൊ എങ്ങനെയെന്നറിയോ ശിക്ഷിക്കാൻ പറഞ്ഞു? ശിക്ഷ എങ്ങനെയെന്നറിയോ? ഹനുമാൻ ചാലീസ ചൊല്ലിക്കും. ഹനുമാൻ ചാലീസ ചൊല്ലിക്കും, ഗണപതി സ്തോത്രം പറയിക്കും, അവിടെ ക്ഷേത്രങ്ങൾ അത് ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് ആർക്കും അറിയാത്ത രീതിയിൽ ക്ഷേത്രമുറ്റം തുടപ്പിക്കും. അതായത് ഇവൻ ഒരു ഹിന്ദുവിനെ കണ്ടാൽ കഴുത്തറക്കണമെന്ന് പറഞ്ഞു നടന്ന ഇവനെ ഹനുമാൻ ചാലീസ ചൊല്ലിക്കുകയും അവൻ ഏറ്റവും അറാമെന്ന് പറഞ്ഞ് മറ്റ് നമ്മൾ പറഞ്ഞിരുന്നതായ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യിക്കുന്നതെന്നാണ് എൻ്റെ ചില സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ കേട്ടത്. അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ചേർക്കണം. അല്ലെങ്കിൽ മനഃപൂർവ്വം ഭാരത സർക്കാർ ഇത് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയാം. ജയിലുകളിൽ ഇവർക്കൊരു ഇതുണ്ടല്ലോ, അതായത് പുനർവിചിന്തനം നടത്തണം, തിരികെ വരണം എന്നുള്ള ഒരു ചിന്ത വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭാരത സംസ്കാരം അനുസരിച്ചിട്ടുള്ള യോഗ, പ്രാർത്ഥനകൾ ഇതെല്ലാം തന്നെ ജയിലുകളിൽ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ UP ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അതെ ജയിലുകളിൽ നടപ്പാക്കുന്നുണ്ട്. അപ്പൊ അതിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് അതെ എല്ലാവരും ചെല്ലുന്നത്. അപ്പൊ എല്ലാവരും ചെയ്യുകയാണ്. ഒരാൾക്ക് മാത്രമായിട്ട് ഇവിടെ കിടന്ന് മുട കാണിച്ചതുപോലെ അവിടെ മുട കാണിക്കാൻ പറ്റില്ല, ചെയ്യേണ്ടി വരും. അവിടെ യോഗ പരിശീലിപ്പിക്കുന്നത് PFI ഒരു നേതാവാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം, ഈ പറയുന്നത് പോലെ. അപ്പോ ഇതെല്ലാം ഇത് പ്രത്യേകം പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്യിപ്പിക്കുന്നതില്ല. ജയിലുകളിൽ വീണ്ടും വിചാരം ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളിൽ പലതും ചെയ്യേണ്ടി വരും. അതെല്ലാവരും ഇപ്പൊ നമ്മളായാലും ഒരു കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വയം മാറാൻ വേണ്ടി ചെയ്യിപ്പിക്കുന്ന രീതിയാണ്. അതല്ലാതെ മനഃപൂർവ്വമായിട്ട് അവരവരുടെ രീതിയിൽ പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊന്നും നിഷേധിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. അപ്പോ ഈ തരത്തിൽ ഫൈസിക്കും അവിടെ ഫൈസി ഇപ്പൊ എവിടെ നിന്നാണ് ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതെന്ന് പോലും നമുക്ക് അറിയില്ല. എന്തായാലും ഫൈസിയെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കുന്നുണ്ട്. അടുത്തതായിട്ട് NIA ഇറങ്ങും കേരളത്തിൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ നേതാക്കളെ പിടിച്ചു കിട്ടും. ഇപ്പൊ ഇതിൽ പറയുന്ന 2 നേതാക്കളുണ്ട്. പനമരം അല്ലെ, ആ ഭാഗത്തുള്ളതും കോട്ടയത്തുള്ളതുമായിട്ടുള്ള നിഷാദ് എന്ന് പറയുന്ന SDP-യുടെ നേതാവാണ്. അയാള് PFIയുടെ ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്നു. അയാളുടെ വീട്ടിലും ഒക്കെയാണ് ഇപ്പോ പരിശോധന നടക്കുന്നത്. മറ്റൊരു പ്രവാസിയായിട്ടുള്ള കബീർ എന്ന് പറയുന്നയാള്, അയാളുടെ വീട് പാലക്കാട് ഒറ്റപ്പലം പനമണ്ണയിൽ ആണ്. അവിടെയാണ് ഇത് നടക്കുന്നത്. ഇതിപ്പോ കേരളത്തിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ മാത്രമല്ല, രാജ്യമെമ്പാടുമുള്ള അന്വേഷണമാണ്. പ്രവാസിയാണ് കബീർ. അതെ, രാജ്യമെമ്പാടുമുള്ള സെർച്ചും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ NIA കൂടി ഇറങ്ങുന്നുണ്ട്. NIAയുടെ വിങ്
റിങ് ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ നിരീക്ഷിക്കാൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇവരെ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ SDPI നിരോധനത്തിലേക്ക് പോകുന്നതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഈ PFIയുടെ ഫണ്ട് ശേഖരണം പറഞ്ഞപ്പോൾ മഞ്ചേരിയിലെ സത്യസരണി പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഗൂഗിൾ പേ വഴി സ്വീകരിക്കുന്നു എന്നുള്ള പല വിവരങ്ങളും ഒക്കെ വന്നിരുന്നു. നമ്മളത് പറഞ്ഞതുമാണ്, പ്രേക്ഷകരോട് പറഞ്ഞതുമാണ്. അപ്പൊ അത്തരത്തിൽ വളരെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് തന്നെ വീണ്ടും പഴയ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് EDയും NIA ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് രാജ്യമെമ്പാടും ഒട്ടാകെ ഇറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ PFI പ്രവർത്തകർ ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണെന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. ഇപ്പോഴും SDPIയിലും നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം മലപ്പുറത്തൊക്കെ റെയ്ഡ് നടത്തിയപ്പോ വെളിയിൽ ഉപരോധത്തിന് നിന്ന ആൾക്കാരെ കണ്ടോ? സ്ത്രീകൾ അവരെ കൊണ്ട് നിർത്തിയാണ് അവർ സമരം, സ്ത്രീകളെ കൊണ്ട് നിർത്തിയിട്ടാണ്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇനി വരും ദിവസങ്ങളിൽ ഏതായാലും ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞിട്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. അതായത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ ഒരു നമ്മുടെ പുരാണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു രാക്ഷസനുണ്ടല്ലോ, ഈ രാക്ഷസനെ വെട്ടി കൊന്നു കഴിയുമ്പോൾ ആ രക്തത്തിൽ നിന്ന് വീണ്ടും ഉണ്ടാകുന്നു എന്ന്, വീണ്ടും വീണ്ടും ജീവൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പൊ SDPI നിരോധിച്ചു കഴിയുമ്പോൾ ഈ കാണുന്ന ഈ പറ്റങ്ങൾ അടുത്ത മറ്റൊരു പേരുമായി തന്നെ വരും എന്നും ഇവർക്കറിയാം. ആർക്കറിയാം? EDക്ക് അറിയാം, കേന്ദ്രത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് ഇത് രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷാ എന്ന ചാണക്യനായ ആഭ്യന്തരമന്ത്രിയും കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഈ കേരളത്തിലെ നിങ്ങളുടെ കുടില ബുദ്ധിയേക്കാൾ ഏറ്റ ബുദ്ധി അവിടെ ഉള്ളതുണ്ട്. അതൊരു കാഞ്ഞ ബുദ്ധിയാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. അതുകൊണ്ട് സസൂക്ഷ്മമാണ് കരുക്കൾ നീക്കുന്നത്. പിടി വീഴുക തന്നെ ചെയ്യും എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞെങ്കിൽ പിടി വീണു. ഇന്ന് പിടി വീണു തുടങ്ങിയിട്ടുണ്ട്. സൂക്ഷിക്കുക.